ഇൻകം ടാക്സിലെ ഇൻസ്പെക്ടർ, എക്സൈസ് ഓഫീസർ, കസ്റ്റംസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അക്കൗണ്ടന്റ്, ഓഡിറ്റർ തുടങ്ങി മാസം 90,000 രൂപ, അതായത് 90,000 റുപ്പീസ് വരെ ശമ്പളം ലഭിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ജോലികളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള 36 പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എല്ലാം തന്നെ ഒരുമിച്ച് നടക്കുന്നത് SSCയുടെ CGL അഥവാ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിലൂടെയാണ്. ഈ എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഡിഗ്രിയുള്ള ഏതൊരാൾക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. ഡിഗ്രിയിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് വേണമെന്നോ ഇന്ന സബ്ജക്റ്റ് എന്തായാലും പഠിച്ചിരിക്കണമെന്നോ അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ CGL എക്സാമിനേഷനെ പറ്റിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ അപ്ഡേറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ CGL എക്സാമിനേഷൻ എല്ലാ വർഷവും സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗമായി, അതായത് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഈ എക്സാമിനേഷന് 2 സ്റ്റേജസ് ആണ് വരുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് പറയുന്നുണ്ട്. എന്നാലും ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇതിനു മുമ്പ് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൻസിൽ എഴുതി ചോദിച്ചാലും മതി. അപ്പോൾ ഈ ഒരു എക്സാമിനേഷന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാം. എല്ലാ വർഷവും ഈ എക്സാമിനേഷൻ നടക്കാറുണ്ട്. SSC ആയതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ പ്ലാനിലാണ് SSCയുടെ കീഴിലുള്ള എല്ലാ എക്സാംസും നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്ലാനിനെ SSC ഓരോ വർഷവും പുറത്തിറക്കുന്ന എക്സാം കാലണ്ടർ എന്നാണ് നമ്മൾ പറയാറുള്ളത്. നോർമലി അടുത്ത വർഷത്തേക്കുള്ള എക്സാമിനേഷൻ ഏതൊക്കെയാണ്, അത് ഏതൊക്കെ സമയത്തായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്, എക്സാം തീയതി എപ്പോഴായിരിക്കും എന്നെല്ലാം തന്നെ ഈ കാലണ്ടറിലൂടെ നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സാധാരണ ഡിസംബർ എൻഡിലാണ് SSC ഈ കാലണ്ടർ ഓരോ വർഷവും റിലീസ് ചെയ്യാറ്. അപ്പോൾ ഡിസംബർ എൻഡിൽ കാലണ്ടർ വന്നില്ല, അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഏകദേശം നമ്മൾ ഒരു ജനുവരി ഒക്കെ ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും നമ്മുടെ കാലണ്ടർ റിലീസ് ആവും എന്നാണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ കാലണ്ടർ റിലീസ് ആവുന്ന സമയത്ത് നമുക്കറിയാം ഈ വർഷത്തെ CGL എക്സാമിനേഷൻ എപ്പോഴാണ് നടക്കാനായിട്ട് പോകുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് SSCയുടെ കാലണ്ടർ ഇത്ര ഇമ്പോർട്ടൻ്റ് നമുക്ക് നോക്കാം. സോ SSCയുടെ എക്സാംസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വർഷവും കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ടാണ് നടക്കുക. അപ്പോൾ എല്ലാ വർഷവും ഈ എക്സാംസ് നടക്കാറുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഒരു വർഷം എക്സാം കഴിഞ്ഞ് അടുത്ത വർഷം എക്സാം നടക്കണമെങ്കിൽ ഈ ആദ്യത്തെ വർഷത്തെ കുട്ടികളെയൊക്കെ, അതായത് സെലക്റ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ ജോലി പോസ്റ്റിംഗിലേക്ക് എത്തിക്കണം. അപ്പോൾ ഈ പോസ്റ്റിങ്ങും ആ ഒരു ഡ്യൂറേഷനിൽ തന്നെ ഏകദേശം കംപ്ലീറ്റ് ആകും. അതും നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. സോ എപ്പോഴും നമ്മളൊക്കെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു സോളിഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും അല്ലേ. സോ ഡെഫിനറ്റ്ലി അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. കാലണ്ടർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഠനത്തിന്റെ ഇന്റൻസിറ്റി നമുക്ക് ഒന്നും കൂടെ കൂട്ടാനായിട്ട് പറ്റും, നമുക്കൊരു നല്ല ക്ലാരിറ്റിയും ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാലും ഇതിനു മുമ്പത്തെ നമ്മുടെ സൈക്കിൾസ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ അറിയാം, എല്ലാം ഏകദേശം ഒരേ സമയത്താണ് എക്സാംസ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ വർഷവും എക്സാമിനേഷൻ നടക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ CGL എക്സാം മാത്രമല്ല കാലണ്ടറിൽ വരുന്നത്, അതിൻ്റെ കൂടെ CHSL ഉണ്ട്, MTS ഉണ്ട്, GD ഉണ്ട്, അങ്ങനെ ഒരുപാട് എക്സാംസ് ഈ കാലണ്ടർ പ്രകാരം നടക്കാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് SSCയുടെ CGL എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സോ നോർമലി CGLന്റെ നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ, മെയ് അല്ലെങ്കിൽ ജൂൺ, ഈ ഒരു കാലയളവിലാണ് സാധാരണ CGL എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരിക. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം ആപ്ലിക്കേഷൻ വേണ്ടി ഓപ്പൺ ആയിരിക്കും. അതിനുശേഷം ഇപ്പോൾ 2025 സെപ്റ്റംബറിലായിരുന്നു എക്സാം നടന്നത്. സോ നോട്ടിഫിക്കേഷൻ വന്നൊരു 2-3 മാസം കൊണ്ട് തന്നെ എക്സാം നടക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ പഠിക്കാൻ പോയാൽ കുറച്ചൊരു സമയമേ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ ആദ്യം തന്നെ തുറന്നു പറയട്ടെ, നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും, ഒരു മാസം കൊണ്ട് CGL ക്രാക്ക് ചെയ്തു, അല്ലെങ്കിൽ 40 ഡേയ്സ് കൊണ്ട്, 45 ഡേയ്സും കൊണ്ട്. അത് അത്രയും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, ഇമ്പോസിബിൾ എന്ന് പറയുന്നില്ല. നിങ്ങൾ അത്രയും ബ്രില്യൻ്റ് ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് അത് ചെയ്യാമായിരിക്കും. പക്ഷേ ഒരു സോളിഡ് ഒരു 6 months എങ്കിലും നിങ്ങൾ ഈ എക്സാമിന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനും നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CGL എക്സാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റിലീസ് ആയിട്ടുണ്ടായിരുന്ന ഡേറ്റ്
നീഡ്സും അത് വെച്ചിട്ട് നമുക്ക് ഈ വർഷത്തെ എപ്പോഴായിരിക്കും എന്നുള്ളതുമാണ്. 21 തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഡിസംബറിലായിരുന്നു, അത് കുറച്ച് വൈകിപ്പോയി, ആ കൊറോണയുടെ ഒക്കെ എഫക്റ്റ് ഒക്കെ കാരണമായിരുന്നു. അതിനുശേഷം 22 തൊട്ടിട്ട് ഏകദേശം റെഗുലർ ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞു. 2023 ആയപ്പോഴേക്കും ഏപ്രിലിൽ വന്നു ആൻഡ് ജൂലൈ ടു ഓഗസ്റ്റ് ആയിരുന്നു എക്സാം നടന്നത്. 24 ജൂണിൽ വന്നു, സെപ്റ്റംബർ ടു ഒക്ടോബർ ആണ് എക്സാം നടന്നത്. വീണ്ടും CGL 2025 9th ജൂൺ ആയിരുന്നു നോട്ടിഫിക്കേഷൻ റിലീസ് ആയത്. എക്സാമിനേഷൻ സെപ്റ്റംബറിൽ നടന്നു. സോ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആകെ 2-3 മാസമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ഈ പ്രകാരമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ കാലണ്ടർ വന്നാലാണ് നമുക്ക് എക്സാക്ട് ഡേറ്റ് എപ്പോഴാണെന്ന് അറിയുള്ളൂ. എന്നാലും ഈ ഒരു കാലയളവിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് പ്രകാരം സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും എക്സാം നടക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 6 to 9 months നിങ്ങളുടെ കയ്യിൽ സോളിഡ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ഒന്ന് പരിശ്രമിച്ചാൽ മതി, ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ഓരോ വർഷവും CGL വിളിക്കുന്ന വേക്കൻസീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം റിലീസ് ആയ സമയത്ത്, അതായത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 14,000 സംതിങ് ആയിരുന്നു വേക്കൻസി എങ്കിലും അത് പിന്നെയും കൂടിയിട്ട് 17,000 എത്തി. 2023 ഏറ്റവും കൂടുതൽ 22 37,000 സംതിങ് വേക്കൻസീസ് ആയിരുന്നു വന്നിരുന്നത്. അപ്പൊ എപ്പോഴും 10,000 അബോവിലാണ് നമ്മുടെ വേക്കൻസീസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷവും 10,000 to 12,000 ഉള്ളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതൊരു എസ്റ്റിമേറ്റ് ആണ്, എക്സാക്ട്ലി ഇത്രയായിരിക്കും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെയാണ് വരുള്ളൂ. സോ ഏകദേശം ഇതിന് മുൻപ് വന്ന കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് നമുക്കൊരു ഐഡിയ ഇവിടെ കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും ഈ എക്സാമിന് ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രം മതി. ഇതിൽ വരുന്നത് ഏകദേശം 36 പോസ്റ്റുകളാണ്. അപ്പൊ ഇതിൽ ഓരോ പോസ്റ്റിനും ഓരോ ജോബ് പ്രൊഫൈലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത് പല മിനിസ്ട്രികളിലും, ഇപ്പോൾ CSS എന്ന് പറയുന്ന സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് ഉണ്ട്, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഉണ്ട്, റെയിൽവേ മിനിസ്ട്രി ഉണ്ട്, അങ്ങനെ പല മിനിസ്ട്രീസിലെയും ക്ലറിക്കൽ ജോലികൾ, അതായത് കൂടുതലായിട്ടും നോട്ടിംഗ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്ന ASOs ഉണ്ടാകും. പിന്നെ ഈ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള ഇന്റലിജൻസ് ബ്യൂറോയിൽ, CBIയിൽ, അല്ലെങ്കിൽ എക്സൈസിൽ, കസ്റ്റംസിലൊക്കെ വരുന്ന ഇൻസ്പെക്ടർ പോസ്റ്റുകളുണ്ട്. ഇനി ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റിംഗ് ഭാഗമായിട്ട് വരുന്ന ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റുകളും ഓഡിറ്റർ ആൻഡ് അക്കൗണ്ട്സ് പോസ്റ്റുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിന് ഓരോന്നിനും ഓരോ പ്രായപരിധിയാണ് വരുന്നത്. പക്ഷെ ജനറലി നമുക്ക് പറയാം 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിന് ജനറലി അപ്ലൈ ചെയ്യാൻ പറ്റുക. അതേസമയം നിങ്ങളൊരു റിസർവേഷൻ ഉള്ള കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തോളം ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ആൻഡ് OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ പോസ്റ്റുകളെ പറ്റിയുള്ള ഒരു ജനറൽ ഓവർവ്യൂ. ഓരോ പോസ്റ്റും എന്താണെന്നുള്ള വീഡിയോസ് ഞാൻ തന്നെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ നമ്മൾ അത് ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ആഡ് ചെയ്തിടാം, ചോദിച്ചാൽ മതി. എല്ലാ പോസ്റ്റിന്റെയും ഒരു ഓവറോൾ പ്രൊഫൈൽ പറയുന്ന വീഡിയോസും നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് 2 സ്റ്റേജ് ആയിട്ടാണ് വരുന്നത്. അതിൽ ഫസ്റ്റത്തെ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, 4 ഓപ്ഷൻസ് ഉണ്ടാകും, അതിലൊന്ന് ശരിയായിരിക്കും. ശരിയായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് സാധാരണ 100 ചോദ്യങ്ങൾ ഉണ്ടാകും, അതിൽ നിന്ന് 200 മാർക്സ് ആണ് വരുന്നത്. 1 മണിക്കൂറാണ് എക്സാമിന്റെ ദൈർഘ്യം വരുന്നത്. ഇത് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് Tier 2ലേക്ക് പോവാം. ഇപ്പോൾ നമ്മുടെ 2025 SSC CGLന്റെ റിസൾട്ട് ഈ അടുത്ത് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എൻട്രിയിൽ നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരുന്ന കുട്ടികൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള ഒഫീഷ്യൽ ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് പിന്നീട് പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ കുട്ടികൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് Tier 2ലേക്ക് പോകാം. നിങ്ങൾ Tier 1 പഠിച്ച സബ്ജക്റ്റുകൾ തന്നെ Tier 2ലേക്ക് എത്തുമ്പോൾ കുറച്ച് അതിന്റെ വെയിറ്റേജ് ഒന്ന് കൂടും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പുതിയതായിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല, പ്രാക്ടീസ് മാത്രമാണ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. Tier 2 ശേഷം ഓരോ പോസ്റ്റിനും അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകും, അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഇനി അതല്ല നിങ്ങൾ JSO ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ കൂടി നിങ്ങൾ ക്ലിയർ ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് ഒരു എക്സ്ട്രാ പേപ്പർ നിങ്ങളുടെ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിനനുസരിച്ച് മാത്രം വരുന്നുണ്ട്. ഇതും കൂടി കഴിഞ്ഞു നിങ്ങളുടെ എക്സാമിന് ശേഷം നിങ്ങൾക്ക് സെലക്ഷനിലേക്ക് എത്താം. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ വരുന്നുള്ളൂ. ഈ പോസ്റ്റുകളിലെല്ലാം തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് ആണ് നോക്കുന്നുള്ളൂ, അല്ലാതെ ഇത്ര ഹൈറ്റോ ഇത്ര വെയിറ്റോ അങ്ങനെ മിക്ക പോസ്റ്റുകൾക്കും വരുന്നില്ല. മെഡിക്കൽ ഫിറ്റ്നസ്, നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ്
ഞാൻ നേരത്തെ പറഞ്ഞ എക്സാം പാറ്റേൺ കൂടി ഇവിടെ ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. 1 മണിക്കൂറാണ് എക്സാമിനേഷൻ, 200 മാർക്സിലാണ് എക്സാം നടക്കുന്നത്. അവിടെ നമുക്ക് റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് 1/2 മാർക്കാണ്, ഒരു ക്വസ്റ്റിന് 2 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് SSC CGL എക്സാമിൽ പറയാനുള്ളത്. Tier 1 ശേഷം Tier 1 ക്വാളിഫൈ ചെയ്തു, നിങ്ങൾ Tier 2 എത്തുന്നു. Tier 2 എത്തുമ്പോൾ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് Tier 2 മാർക്സ് വെച്ചിട്ടാണ്. അപ്പോൾ Tier 1 മാർക്കിന് ഇവിടെ വെയിറ്റേജ് ഇല്ല. Tier 1 നിങ്ങൾ ക്ലിയർ ചെയ്താലേ Tier 2 എത്താൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല റാങ്കിലുള്ളവർക്കാണ് നല്ല നല്ല ജോലികൾ, അതായത് ഹൈ പേയിങ് ആയിട്ടുള്ള ജോലികൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടാക്സ് അസിസ്റ്റന്റ് ആകാം. അത് ഒരു ഈ 36 പോസ്റ്റുകളിൽ വരുന്ന ഒരു ജോലിയാണ്. അതിന്റെ കൂടെ തന്നെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അപ്പൊ ടാക്സ് അസിസ്റ്റന്റിന്റെ 2ാമത്തെ പ്രൊമോഷനിൽ വരുന്ന ജോലിയാണ് ഇൻകം ടാക്സിലെ ഇൻസ്പെക്ടർ. സോ ഇത് 2 ജോലിയുടെയും റിക്രൂട്ട്മെന്റ് ഇതേ CGL തന്നെയാണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ എയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ പേയ്മെന്റിലേക്ക് വരുന്ന ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറയാം, നിങ്ങളുടെ CBT 2 നിങ്ങളുടെ Tier 2 എക്സാമിന്റെ മാർക്സ് അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ വരുന്നത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഷോർട്ട് ടേം എക്സാം അല്ല. നിങ്ങൾ ജസ്റ്റ് പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ കിട്ടുന്ന ഒരു എക്സാം അല്ല CGL. നല്ല കോമ്പറ്റീഷൻ ഉള്ള, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, നല്ല ജോലി കിട്ടുന്ന എക്സാം ആണ്. അതുകൊണ്ട് തന്നെ 6 to 8 months നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ എക്സാം ഷ്യൂർലി നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് മറക്കണ്ട. അങ്ങനത്തെ എന്തെങ്കിലും ഐഡിയാസ്, അതായത് ലാസ്റ്റ് 1 month എക്സ്റ്റെൻസീവ് പ്രിപ്പറേഷൻ ചെയ്യാം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അത് ഇമ്പോസിബിൾ ആയിരിക്കില്ല, പക്ഷേ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. സോ അവിടേക്ക് എത്തരുത്. നല്ല സോളിഡ് സ്റ്റാർട്ടിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ആരംഭിക്കുക. ഓക്കെ, സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുമായിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ കോഴ്സസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊരു ബേസിക് ലെവൽ കാൻഡിഡേറ്റിനും നിങ്ങൾ ആദ്യമായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും ഉള്ള രീതിയിലാണ്. സോ ഏറ്റവും ബേസിക് ലെവൽ തൊട്ടുള്ള സിലബസ് കവറേജ്, നിങ്ങളുടെ വീക്കർ ഏരിയ ഫോക്കസ്, അഡ്വാൻസ് ടോപ്പിക് കവറേജ്, ഷോർട്ട് കട്ട്സ്, ട്രിക്സ്, വീണ്ടും Tier 2 പ്രിപ്പറേഷൻ ഉള്ള എല്ലാം തന്നെ നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ എക്സാം പോലെ തന്നെ വരുന്ന മോക്ക് ടെസ്റ്റുകളും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. കാലണ്ടർ വന്നിട്ട് ഞാൻ പഠിച്ചോളാം, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചോളാം എന്ന് പറഞ്ഞ് ദയവ് ചെയ്തത് നിങ്ങൾ നീക്കി വെക്കരുത്. അത് നിങ്ങൾക്ക് ഒരു വളരെ വലിയ ഡിസഡ്വാൻറ്റേജ് ആയി പോകും. നിങ്ങൾ അവസാനം റിഗ്രറ്റ് ചെയ്യും. സോ ആ റിഗ്രറ്റിലേക്ക് പോവരുത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നല്ലൊരു ജോലി വേണം എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റെപ്സ് ഇപ്പൊ തന്നെ നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ SSC മിഷൻ CGL 2026 എന്ന് പറയുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ 2026ന്റെ CGL എക്സാമിനേഷന് വേണ്ടി മാത്രമുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബാച്ചാണിത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2025ന്റെ Tier 1 റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ കുട്ടികൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2025 ബാച്ചിന്റെ ഗോൾഡൻ ബാച്ചിന്റെ കുട്ടികളായിരുന്നു ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, ലൈവ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ലൈവ് ക്ലാസ്സസ് ഒക്കെ നിങ്ങളുടെ കൺവീനിയൻസിനാണ്, അധികവും രാത്രിയാണ് വരുന്നത്, ടീച്ചേഴ്സിന്റെ കൺവീനിയൻസിനല്ല. വീണ്ടും ലൈവ് ക്ലാസ്സസിന്റെ കൂടെ തന്നെ ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെന്റേഴ്സ് എല്ലാം തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരാൻ ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള മെന്റേഴ്സുമാണ്. സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളും ലൈവ് ക്വിസുകളും, അങ്ങനെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വരാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ഇനി അത് മാത്രമല്ല, വേറെ എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. സോ SSC CGL എക്സാമിനെ പറ്റി ആദ്യമായി കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. എന്താണ് CGL അല്ലെങ്കിൽ എന്താണ് SSC? ഇതിൻ്റെ എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട്. റിജിൻ സാറിൻ്റെ വീഡിയോസ് ഉണ്ട്, ഞാനെടുത്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങളൊന്ന് ചാനൽ ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതല്ല, എന്തെങ്കിലും ഡൗട്ട്സ് അല്ലാതെ തോന്നുകയാണെങ്കിൽ കോമെന്റ്സിൽ പറഞ്ഞോളൂ. അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസും നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.